ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെ അറിഞ്ഞായിരുന്നു. ഞാനത് പറയുമോ? അല്ല, അതാ ഞാൻ പറഞ്ഞു. അതായത് എൻ്റെ വിചാരം, നമ്മൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗൺ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറേ അവിടെ വെക്കുന്നു. അപ്പോൾ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡിയായിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു. അപ്പോൾ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത. ഒരു എലർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയ്സൺ ആവുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ടെൻഷനായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഇപ്പോഴല്ല, അപ്പൊ തന്നെ സെറ്റായി, കുഴപ്പമില്ല. ചേട്ടന് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഇർഷാദൊക്കെ ആയിട്ട് അല്ലേ? അതെ. ചേട്ടന് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇർഷാദിനെ കൂടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. എന്റെ കഴുത്തിൽ എന്തായിരുന്നു നമുക്ക് കഥകളൊക്കെ അറിയില്ലല്ലോ അവിടെ, അല്ലേ? എന്തായിരുന്നത്? പാമ്പ് ശിവനായിരുന്നല്ലോ ഞാൻ. വലിയ സന്തോഷം. ഇല്ല, ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ മേടിക്കണ്ട. അല്ല, പറയാം. ഇർഷാദ് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പറയണം. എന്താ സത്യം അതല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? കുഴപ്പം. ഒത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ്. അത് ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. തമാശ പറഞ്ഞാൽ എന്തോ അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേഹം മുഴുവൻ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്, മനസ്സിലായില്ലേ? ഇതായിരുന്നു അവിടെ കൊടുക്കലും അങ്ങനെ തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. എന്തായാലും വരും സുധീഷിനെ കുറിച്ച് ഇർഷാദ് പറയുന്ന കേട്ടാ ഞെട്ടും. എന്റെ കൂടെ എന്തിനാണ് പറയിപ്പിച്ച് ഞാൻ പറയാതെ വന്നതല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം, അല്ലേ? തീർച്ചയായിട്ടും. അനീഷ്, ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ജോഷി സാറിൻ്റെ കൂടെ ഒക്കെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കാലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക്, അപ്പോൾ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ, ഒന്നല്ല 2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ലിനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായയൊക്കെ വിളമ്പി തന്നിരുന്ന അദ്ദേഹം ലൊക്കേഷനിൽ വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവ ചായ വിളമ്പും. ഞങ്ങളവിടെ അല്ലേ, നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചു എന്നൊക്കെ കേട്ടു എന്നൊക്കെ കഥയൊക്കെ എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല. അപ്പോൾ 3 മണിക്ക് ഒരു ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും ഇപ്പൊ നമ്മുടെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4:30 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇർഷാദ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത്. പഴംപൊരി അവസാനം ലൊക്കേഷനിൽ പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങൾ കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമയല്ല അത്. അത്രയും കഷ്ടപ്പെട്ടവളാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കാര്യം. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയുക, നമ്മൾ കാരവനിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഖാലിദും നമ്മുടെ നായികയും
അനീഷും പിന്നെ വിഷ്ണു ക്യാമറയായിട്ട് പോകണ്ടേ? വിഷ്ണു ക്യാമറയൊക്കെ ആയിട്ട് അവരൊക്കെയാണ് കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അത് അല്ല, തീർച്ചയായും ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനെ കണ്ടു, PRO ദിനേശ് ചേട്ടനാണ്. ദിനേശ് ചേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. പുള്ളി പറയാം, ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തോന്നും, അത്രമേൽ അവര് എഫർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. ക്രിസ്മസിന് തന്നെ അല്ലേ വിജയ് ഇപ്പൊ എന്നോട് പറയുന്നത്, ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അപ്പോൾ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം. അപ്പോൾ അതിനുള്ള സാധ്യതയുള്ളൊരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് അതിൽ കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു.